കൺപോളത്തുടിപ്പ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കൺപോളത്തുടിപ്പ് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളൊക്കെ. നാട്ടുപ്രദേശങ്ങളിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് മിത്തുകൾ പറയാറുണ്ട്. അപ്പോൾ ഈ കൺപോളത്തുടിപ്പിൻ്റെ ശരിക്കുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. കൺപോളത്തുടിപ്പിന് നമ്മൾ ഐലിഡ് ട്വിച്ചിങ് അല്ലെങ്കിൽ ഐലിഡ് മയോക്കൈമിയ എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇത് സ്വയമേ തന്നെ ആരംഭിച്ച് സ്വയമേ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിട്ടായിരിക്കും ഇത് അനുഭവപ്പെടുന്നത്. എന്നാൽ ചില കണ്ടീഷനുകളിൽ 1-2 ആഴ്ച വരെയും ഇത് നീണ്ടുപോകാറുണ്ട്. കണ്ണിന് ചുറ്റുമുള്ള പേശികളുടെ തുടിപ്പാണ് ഈ ട്വിച്ചിങ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതിനങ്ങനെ മെഡിസിൻസ് ഒന്നും ആവശ്യമായിട്ട് വരുന്നില്ല. തനിയെ വന്ന് തനിയെ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കണ്ടീഷൻസിൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ളത് മാറിയിട്ട് അത് നമ്മുടെ മുഖത്തെ പേശികൾ ഇതുപോലെ തുടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അല്പം സീരിയസ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും അസുഖമാകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് ഈ കൺപോളകളുടെ തുടിപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെസ്സാണ്, ദെൻ ഉറക്കമില്ലായ്മ, ആൻസൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ, ദെൻ എക്സസീവായിട്ട് ഒരുപാട് നമ്മൾ കോഫി ഉപയോഗിക്കുന്നത് മൂലം ഇതുപോലെ കൺതടങ്ങളിൽ തുടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ കോഫിയുടെ ഉപയോഗം കുറച്ചാൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. പിന്നീടൊരു കാരണം എന്നുള്ളത് നിർജ്ജലീകരണമാണ്. അതും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി, മഗ്നീഷ്യം, കാൽസ്യം പോലുള്ള മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെയൊക്കെ കുറവ് മൂലവും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ചുറ്റുമുള്ള പേശിയാണല്ലോ നമ്മൾ തുടിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പേശികളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മിനറൽസാണ് ഈ പറഞ്ഞ പോലെ കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ വൈറ്റമിൻ ഡി ഒക്കെ. അപ്പോൾ ഇതിൻ്റെ കുറവ് മൂലവും ഈ തുടിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളുള്ള ഈ പറഞ്ഞ പോലെ ഉറക്കക്കുറവാണെങ്കിലും ഓവറായിട്ടുള്ള സ്ട്രെസ്സ്, ഉത്കണ്ഠയൊക്കെ ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ കോഫിയുടെ ഉപയോഗം കുറയ്ക്കാം, ആവശ്യത്തിന് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഫോണിൽ നിന്ന് ടിവിയിൽ നിന്നൊക്കെയുള്ള ഒരു ലൈറ്റ് എക്സ്പോഷർ കുറച്ചിട്ട് നമ്മൾ കണ്ണിനും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്കും ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക, ഐസ് റിലാക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെ കൺപോളത്തുടിപ്പുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞതിൽ കൂടുതലായിട്ട് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഇതുപോലെ കൺപോളത്തുടിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ പേശികളിലേക്കും ഈ തുടിപ്പ് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറുടെ സഹായത്തോടെ ഇതിന് വേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.